ഈ കൂട്ടുകുടുംബമായിട്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നതും ബ്രിങ്ങിങ് അപ്പിൻ്റെ തന്നെയാണ്. ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ക്ലാസ്സിൽ ആർക്കെങ്കിലും ഒരു ചോക്ലേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ, ക്ലാസ്സിൽ ആർക്കെങ്കിലും ഒരു ബർത്ത്ഡേ ഉണ്ടെങ്കിൽ നമുക്ക് അതിനൊരു ചോക്ലേറ്റ് കിട്ടുമല്ലോ, ക്ലാസ്സിൽ എല്ലാവർക്കും ഒരു ചെറിയ ഒരു എക്ലെയറൊക്കെ കിട്ടുകയാണെങ്കിൽ എല്ലാവരും അത് ഉടനെ വിളിച്ച് വായിലിടും. പക്ഷെ ഞാൻ മാത്രം ഇങ്ങനെ ഇടില്ല. കാര്യം എൻ്റെ വീട്ടിലൊരു റൂളുണ്ട്, അതങ്ങനെ കഴിക്കാൻ പാടില്ല. വീട്ടിൽ കൊണ്ടുവരണം, അത് 3ആയിട്ട് മുറിക്കണം. ഒരു കഷ്ണം ചേട്ടന് കൊടുക്കണം, ഒരു കഷ്ണം ചേച്ചി കൊടുക്കണം, ഒരു കഷ്ണം എനിക്ക് കഴിക്കാം. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര അൺഫെയർ ആയിട്ട് തോന്നിയത്, എനിക്ക് കിട്ടിയ ചോക്ലേറ്റ് അല്ലേ ഇത് അവർക്ക് കൊടുക്കണം എന്തിനാ എന്നാണ് ആലോചിച്ചത്. പിന്നെ വളർന്നു വരുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, എനിക്ക് ആ ചോക്ലേറ്റിൻ്റെ രുചി എനിക്ക് ചോക്ലേറ്റ് കിട്ടുമ്പോഴും അറിയാം, ചേട്ടന് കിട്ടുമ്പോഴും അറിയാം, ചേച്ചി കിട്ടുമ്പോഴും അറിയാം. ആ ചോക്ലേറ്റിൻ്റെ രുചിയെങ്കിലും അറിയാനുള്ള ആ ഒരു 3ആയിട്ട് ഞങ്ങൾ ഭാഗം വെച്ച് കഴിക്കുന്ന ഒരു ശീലമായിട്ട് മാറിയിട്ടില്ലേ. ആ ശീലം ഞങ്ങളെ തമ്മിൽ ഭയങ്കരമായിട്ട് അടുപ്പിച്ചിട്ടുണ്ടാവും. എന്താ പറയുമ്പോൾ ഒരു കുഞ്ഞ് ഹാബിറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്, വലിയ ആന കാര്യം പോലും അല്ല, ഒരു കുഞ്ഞ് ഹാബിറ്റാണ്. ആ കുഞ്ഞ് ഹാബിറ്റ് ഞങ്ങളിലുണ്ടാക്കിയ ഒരു ഷെയറിങ് മനോഭാവം ഭയങ്കര അടിപൊളിയാണ്. അത് കാരണം കൊണ്ട് ഞാനും ചേട്ടനും ചേച്ചി ഭയങ്കര ക്ലോസുമാണ്. അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ തുടർന്നും അങ്ങനെ ഹാപ്പി ആയിട്ട് ഒരുമിച്ച് നിൽക്കാൻ പറ്റുന്നതിന് ഒരു കാരണം ഈ പാരൻറ്റിങ്ങിൽ ഇംപ്ലിമെൻ്റ് ചെയ്ത ഒരു കുഞ്ഞ് ഹാബിറ്റാണ്.